എല്ലാവർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടക്കൂറിലാണ്. മേടക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴൻ 2ാം ഭാവത്തിൽ ഭാഗ്യാധിപത്യം വഹിച്ചു നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. സാമ്പത്തികമായ അനുകൂല ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ ദൈവാധീനം കൂടുതൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം അത് കാരണം കൊണ്ട് നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഇടവക്കൂറാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ജന്മത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതായത് ശ്രീരാമൻ വനവാസത്തിന് പോയ ഈ സമയത്തുള്ള അനുഭവം പോലെ ഒരു കാര്യത്തിലും കൃത്യതയില്ലാതെ എന്ത് എവിടെ എങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു അലച്ചിലും അതുപോലെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നൊരു സമയവും കൂടിയാണ്. അതുപോലെ തന്നെ ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം വിദേശത്ത് യാത്ര ചെയ്യാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ വിനോദസഞ്ചാരത്തിന് ഒക്കെ യോഗമുള്ള സമയമാണ്. പുണ്യക്ഷേത്രങ്ങൾ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇഷ്ടസ്ഥാനത്താണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. ശശമഹായോഗമുണ്ട്. ശനിദോഷമുണ്ട്. കാരണം 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി ചന്ദ്രകേന്ദ്രത്തിലായത് കാരണം കൊണ്ട് കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. 5ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് കേതുദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ലഗ്നാധിപതിയോട് ചേർന്നിട്ട് സൂര്യനും അതേപോലെ തന്നെ ബുധനും സർവാഭിഷ്ടസ്ഥാനത്തുണ്ടെങ്കിലും രാഹു കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചതുർഗ്രഹ യോഗം അവിടെ വന്നത് കാരണം കൊണ്ട് അത് എന്ത് കാര്യം തീരുമാനിച്ചാൽ അതിനൊരു തടസ്സം വരുത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അപ്പോൾ അത് കാരണം നാഗദോഷ പരിഹാരവും ആയിട്ട് രാഹു പൂജയും കേതു പൂജയും ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ധനകേതനം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അഭക്ഷ്യമായിരിക്കുന്ന വസ്തുക്കളുള്ളിൽ ചെല്ലാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഭക്ഷണം വളരെ ശുദ്ധിയുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അശുദ്ധിയുള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലാനും അല്ലെങ്കിൽ വിഷാംശം കലർന്ന ഭക്ഷണം ഉള്ളിൽ ചെല്ലാനും യോഗമുള്ളത് കാരണം കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ ദേഷ്യം എടുത്തുചാട്ടം പോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണ്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.